എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മകൾ ഫാത്തിമ ബീവി അലിയാർ തങ്ങൾ കല്യാണം കഴിക്കുകയാണ്. ആദ്യ രാത്രി ഫാത്തിമ വീട്ടിലേക്ക് കയറി വരുന്നു. ആരാ? പുതിയ പിള അലിയാർ തങ്ങളാണ് പുതിയ പിള. ആ ചെറിയ വീട്ടിന്റെ ഉള്ളിലേക്ക് ഫാത്തിമ കടന്നു വരികയാണ് റളിയല്ലാഹു തആല അൻഹാ. കടന്നു വന്ന് രണ്ടാളും വിരിപ്പിലിരിക്കുന്നു. രണ്ടാളും കൈ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമയോട് പറയുകയാണ്, ഫാത്തിമ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണ് ഫാത്തിമ. ആ കത്തിക്കൊണ്ടിരിക്കുന്ന വെളുക്ക് ഞാനൊന്ന് നിർത്തട്ടെ, അതൊന്ന് ഞാൻ അണക്കട്ടെ. ഫാത്തിമ ബീവി സമ്മതം കൊടുക്കുന്നു. അലിയാർ തങ്ങൾ ആ വിളക്കങ്ങ് കെടുത്തുകയാണ്. ആ സമയത്ത് ഫാത്തിമ തേങ്ങുകയാണ്, കരയുകയാണ്. അലിയാർ തങ്ങൾ ഫാത്തിമാനങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, ഫാത്തിമ, മലയോരങ്ങളിൽ കയറിയിട്ട് വെറുവെട്ടി കൊണ്ടുവന്നിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഈ പാവപ്പെട്ട സാധുവായ അലിയാർ തങ്ങളുടെ വിരിപ്പ് മോശമായിട്ടാണോ? അലിയാർ തങ്ങൾക്ക് ഉപ്പ കല്യാണം കഴിച്ച് തന്നതിന്റെ സങ്കടമാണോ ഫാത്തിമ? ആ സമയത്ത് ഫാത്തിമ ബീവി കണ്ണുനീരൊലിപ്പിക്കുന്നു. ആദ്യ രാത്രിയാണ്, തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനുള്ള രാത്രിയാണ്. വല്ലാത്ത സമാധാനത്തിന്റെ രാത്രിയാ. മണിയറ പങ്കിടേണ്ട രാത്രിയാണ്. ഒരുപാട് സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമുള്ള രാത്രിയാണ്. ഓ സമയത്താണ് ഫാത്തിമ കരയുന്നത്, ഫാത്തിമ സങ്കടപ്പെടുന്നത്, ഫാത്തിമ പ്രയാസപ്പെടുന്നത്. ആ സമയത്ത് അലിയാർ തങ്ങൾ ഫാത്തിമാന്റെ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നു, ഫാത്തിമ, എന്തിനാ കരയുന്നത് ഫാത്തിമ? എന്തിനാ പ്രയാസപ്പെടുന്നത് ഫാത്തിമ? ഓ സമയത്ത് ഫാത്തിമ പറയുന്നു, ഭർത്താവേ, സങ്കടം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബിനെ പിരിഞ്ഞത് കൊണ്ടല്ല, അലിയാർ തങ്ങളെ വിരിപ്പ് മോശമായത് കൊണ്ടല്ല, ഈ പാവപ്പെട്ട അലിയാർ തങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നിട്ടല്ല. ഞാൻ കരയുന്നത് വിളക്കങ്ങ് കെടുത്തിയപ്പോ ഞാൻ ചിന്തിച്ചു പോയത് ഖബറാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ അലിയാർ തങ്ങൾ ചിന്തിച്ചു പോയത് ഖബറാണെങ്കിൽ അല്ലാഹ് വിളക്കം അണഞ്ഞപ്പോൾ അലിയാർ തങ്ങളുടെ കൽബിലേക്ക് വന്നത് പടച്ചവനെ, ഫാത്തിമാന്റെ കൽബിലേക്ക് വന്നത് അല്ലാഹ് വിശാലമായ പള്ളിപ്പറമ്പിൽ തിരിയാനും മറയാനും കഴിയാത്ത ഊരക്ക് മുണ്ടിട്ടുകൊണ്ട് ആ കുടിയിലേക്ക് ഇറക്കി തലയിൽ കെട്ടിയ കെട്ടഴിച്ച് കവിള മണ്ണിനോടങ്ങ് ചേർത്ത് വെക്കുന്ന ഖബർ. ആ ഖബർ ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞ രാത്രിയായിരുന്നു മഹദിയായ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാനൊന്ന് നിർത്തുകയാണ്. എന്റെ രക്ഷിതാക്കളെ ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ. ഓ ഫാത്തിമ ബീവി സ്വർഗം കിട്ടാൻ, അലിയാർ തങ്ങൾ സ്വർഗം കിട്ടാൻ, അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ സ്വർഗം കിട്ടാൻ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വർഗം കിട്ടാൻ, മഹാനായ ഉസ്മാൻ തങ്ങൾ സ്വർഗം കിട്ടാൻ, അലിയാർ തങ്ങൾ സ്വർഗം കിട്ടാൻ, അവിടുത്തെ സ്വഹാബത്ത് സ്വർഗം കിട്ടാൻ മണിയറ പോലും ഒഴിവാക്കി രണഭൂമിയിൽ കിടന്നിട്ട് 72ഓളം വെട്ടുകൾ ഏറ്റിട്ട് ഷഹീദായി പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഒലിക്കുന്ന കണ്ണുകളോടെ മഹാനായ സഅദ് തങ്ങളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച് പൊട്ടിക്കരഞ്ഞെങ്കിൽ അവരൊക്കെ ആഗ്രഹിച്ചത് മണിയറയല്ല, മണ്ണറയാണ്. അവിടെ സന്തോഷത്തോടുകൂടുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഈ മർകസിലേക്ക് ഈ പരിപാടി ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, കൽബ് നന്നായി പടച്ചറപ്പിലേക്ക് അടുത്തുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.